വേണ്ടി ഒരു ചെറുപ്പക്കാരി യാത്രയാവുകയാണ്. മനസ്സിൽ ഒറ്റ ആഗ്രഹം മാത്രം, ലോകത്തിലെ 1-ാം നമ്പർ ഓട്ടക്കാരിയാവണം. ലോകത്തിലെ 1-ാം നമ്പർ ഓട്ടക്കാരിയാവണമെങ്കിൽ എന്താണ് ക്രൈറ്റീരിയ? 100 മീറ്റർ ഓട്ടത്തിൽ 1-ാം സ്ഥാനത്തെത്തുക എന്നുള്ളത്. 100 മീറ്റർ ഓട്ടമാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഇൻഡിവിജ്വലിനെ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ 1983 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ വേണ്ടി പുറപ്പെട്ട ഈ വനിത 4-ാം സ്ഥാനവുമായി നിരാശയോടെ തിരിച്ചു. അവരുടെ ആഗ്രഹം നടന്നില്ല. 1984 ലോസ് ആഞ്ചൽസിൽ വെച്ച് നടക്കുന്ന ഒളിമ്പിക്സിൽ 100 മീറ്റർ ഓട്ടത്തിൽ ഞാൻ 1-ാം സ്ഥാനക്കാരിയാവുമെന്നുള്ള ഉറച്ച തീരുമാനവും അത്രമേൽ ആഗ്രഹവും വെച്ചുകൊണ്ട് അവർ പ്രാക്ടീസ് ചെയ്തു. ദിവസത്തിൽ 16 മണിക്കൂർ വീതം പരമാവധി ഒരു വർഷം കഠിനമായി ആത്മാർത്ഥമായി പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ അവിടെ പോയിട്ടും ലോസ് ആഞ്ചൽസിലെ ഒളിമ്പിക്സിലും അവർക്ക് പ്രതീക്ഷിച്ച പോലെ തിളങ്ങാൻ സാധിച്ചില്ല. അവിടെയും 4-ാം സ്ഥാനവുമായി 100 മീറ്റർ ഓട്ടത്തിലും 200 മീറ്റർ ഓട്ടത്തിൽ ഒരു വെങ്കല മെഡലും ഒക്കെ ആയിട്ട് തിരിച്ചു വന്നു. അന്ന് വന്ന് അവർ വീട്ടിലെത്തിയപ്പോൾ ഡയറി എടുത്തു വെച്ച്, നേരത്തെ ഗോൾ സെറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞതുപോലെ അവർ ഡയറിക്കകത്ത് എഴുതി വെച്ചു. 1988 സിയോളിൽ നടക്കുന്ന ഒളിമ്പിക്സിൽ 100 മീറ്റർ ഓട്ടത്തിൽ ഞാനായിരിക്കും 1-ാം സ്ഥാനം നേടുക. 10.49 സെക്കൻഡ് കൊണ്ട് 100 മീറ്റർ ഓട്ടം ഞാൻ പൂർത്തിയാക്കും. അന്ന് വരെയുള്ള ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ചരിത്രത്തിലോ ഒളിമ്പിക്സ് ചരിത്രത്തിലോ ഒരു വനിതയുടെ 100 മീറ്റർ ഓട്ടത്തിൽ 10.49 സെക്കൻഡ് കൊണ്ട് ആരും ഓടിയെത്തിയിട്ടില്ല. എവിടെ നിന്നോ മനസ്സിൽ വന്ന ആ ഒരു സമയമാണ് അവരവിടെ കുറിച്ചിട്ടത്. അവർ അങ്ങനെ 4 വർഷക്കാലം കഠിനമായി 16 മണിക്കൂർ വീതം ദിവസത്തിൽ, ഒരു ദിവസത്തിൽ 24 മണിക്കൂറാണ്, പ്രാക്ടീസിന് വേണ്ടി 16 മണിക്കൂർ വീതം ചെലവഴിച്ചു. 4 വർഷക്കാലം അവർ പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഒരിക്കൽ പോലും അവർക്ക് 10.49 സെക്കൻഡ് കൊണ്ട്, അബദ്ധവശാൽ പോലും 10.49 സെക്കൻഡ് കൊണ്ട് ഓടിയെത്താൻ സാധിച്ചില്ല. ദിവസം അടുക്കുന്നു, ഒളിമ്പിക്സിന്റെ ദിവസം അടുക്കുമ്പോൾ കോച്ച് വിളിച്ചിട്ട് അവളോട് ചോദിക്കുന്നു, എന്താണ് മകളെ, നീ എഴുതി വെച്ച ലക്ഷ്യം അത് നിനക്ക് നേടിയെടുക്കാൻ സാധിക്കുമോ? നീ ഒരിക്കൽ പോലും പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ലല്ലോ എന്ന് പറയും. നമുക്ക് നോക്കാം സർ എന്ന് മാത്രമാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. അത് കഴിഞ്ഞ് അവർ സിയോൾ ഒളിമ്പിക്സ് വേദിയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത്, അവിടെ ഇറങ്ങുന്ന സമയത്ത് തന്നെ മാധ്യമ പ്രവർത്തകരൊക്കെ അവരുടെ ചുറ്റും കൂടിയിട്ട് അവരോട് ചോദിക്കുന്നു, നിങ്ങൾ വലിയൊരു ലക്ഷ്യമായിട്ടാണ് മാഡം ഇവിടെ എത്തിയത് എന്ന് പറയുന്നത് കേട്ടു. ശരിയാണോ? ശരിയാണ്. 10.49 സെക്കൻഡ് കൊണ്ട് നിങ്ങൾ 100 മീറ്റർ ഓട്ടം പൂർത്തിയാക്കുമെന്ന് പറയുന്നത് കേട്ടു. അത് ശരിയാണോ? ശരിയാണ്. എങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും 10.49 സെക്കൻഡ് കൊണ്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓടിയെത്തിയിട്ടുണ്ടോ? സ്വീപ്പാക്കാൻ വേണ്ടി, തമാശയാക്കാൻ വേണ്ടിയിട്ട് അവരെ മോറൽ അല്ലെങ്കിൽ അവരുടെ മനോവീര്യം കെടുത്താവുന്ന രീതിയിലുള്ള ചോദ്യമായിരുന്നെങ്കിലും അവർ ഒറ്റ സെന്റൻസ് ആണ് പറഞ്ഞത്, ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. പണ്ട് സുരേഷ് ഗോപിയുടെ സിനിമയിൽ പറഞ്ഞതുപോലെ ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. അങ്ങനെ ഒളിമ്പിക്സിലെ 100 മീറ്റർ ഓട്ടം ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായ, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഈവന്റ് ആയിട്ട് മാറി. ഗാലറിയിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ഈ ഒരു ഈവന്റിന് വേണ്ടി കാത്തിരിക്കുന്നു. അങ്ങനെ ഗാലറി മാറുന്നു. 100 മീറ്റർ ഓട്ടം വനിതകളുടെ 3ാമത്തെ ട്രാക്കിൽ മുട്ടും കുത്തി വെടിവെച്ചയ്ക്ക് വേണ്ടി കാതോർത്തുകൊണ്ട് ആ പെൺകുട്ടി സ്റ്റാർട്ടിങ്ങിന് വേണ്ടി നിൽക്കുകയാണ്. 3ാമത്തെ ട്രാക്കിൽ സ്റ്റാർട്ടിങ്ങിന് വേണ്ടി വെടിവെച്ചയ്ക്ക് കാത്തു നിൽക്കുന്ന ആ പെൺകുട്ടി വെടിവെച്ച് കേട്ടതും വളരെ ശക്തമായി ഓടി. ഒരു ഹാഫ് ടൈമൊക്കെ, ഹാഫ് പാർട്ടൊക്കെ ആയി കഴിഞ്ഞപ്പോൾ വളരെ മുന്നിലായി. അവർ 100 മീറ്റർ ക്രോസ് ചെയ്യുന്ന സമയത്ത് മോണിറ്ററിൽ മേലെ എഴുതി കാണിച്ച സംഖ്യ 10.49 സെക്കൻഡ് ആയിരുന്നു എന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു കാര്യമാണ്. അങ്ങനെ അതിനുശേഷം 200 മീറ്റർ ഓട്ടത്തിലും 22.54 സെക്കൻഡ് കൊണ്ട് 200 മീറ്റർ ഓട്ടത്തിലും ഗോൾഡ് മെഡൽ, 400 മീറ്റർ ഓട്ടത്തിലും ഗോൾഡ് മെഡൽ, അതേപോലെ തന്നെ 4x400 മീറ്റർ റിലേയിൽ ഗോൾഡ് മെഡൽ നേടിയ ടീമിലെ അംഗമായി അങ്ങനെ 4-5 മെഡലുകളുമായിട്ട് അവർ തിരിച്ചു വരുന്നു. അവരുടെ പേരാണ് ഫ്ലോറൻസ് ഗ്രിഫിൻ ജോയ്നർ. ഫ്ലോജോ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ഫ്ലോറൻസ് ഗ്രിഫിൻ ജോയ്നർ എന്ന് പറയുന്നത്. മനസ്സിൽ നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അത് പല പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിലും, പല ഇൻസൾട്ടുകൾ ഉണ്ടെങ്കിലും, ഇൻസൾട്ടാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെള്ളം സിനിമയിൽ പറയുന്ന ഒരു ഡയലോഗ് പോലെ, മറ്റുള്ളവർ ഇൻസൾട്ട് ചെയ്യുന്നു, മറ്റുള്ളവർ നമ്മളെ തമാശയാക്കുന്നു, അതൊന്നും നമ്മൾ നോക്കണ്ട. നമുക്ക് നമ്മളിലുള്ള വിശ്വാസമാണ്, നമ്മുടെ കഴിവിലുള്ള വിശ്വാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് സംരംഭകനാവണോ, പ്രൊഫഷണൽ ആവണോ, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ബീയിങ് ആയിട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണോ, നമ്മുടെ ജീവിതം അടയാളപ്പെടുത്തണോ എന്നുള്ളത് നമ്മുടെ മാത്രം തീരുമാനമാണ്. KG ശങ്കരപിള്ളയുടെ കവിതയിൽ പറയുന്നത് പോലെ, നിങ്ങൾക്ക് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം?
ഇഷ്ടം എന്നെ തന്നെ. അത് കഴിഞ്ഞാലോ അത് കഴിയുന്നില്ല.